വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവ് ക്രൂശിൽ ജീവൻ നൽകിയത് പാപ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് നമ്മെ അവൻ്റെ ശിഷ്യന്മാർ ആക്കുന്നതിനു വേണ്ടിയായിരുന്നു. നാം അവൻ്റെ ശിഷ്യന്മാർ ആയിത്തീർന്നു എങ്കിലും യഥാർത്ഥ ശിഷ്യത്വത്തിന് ചില വ്യവസ്ഥകൾ കൂടി പാലിച്ചേ മതിയാകും. നാം പാലിക്കേണ്ടത് വ്യവസ്ഥകൾ എന്താണ്? ലൂക്കോസ് 14:25 മുതൽ ഉള്ള 33 വാക്യങ്ങളിൽ കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. 1. ലൂക്കോസ് 14:26. ശിഷ്യൻ സ്വന്തം ജീവനെയും സ്വന്തത്തിലുള്ളവരെയും പകയ്ക്കണം. മറ്റുള്ളവരെയെല്ലാം വെറുക്കണം എന്നും കർത്താവിനെ മാത്രം സ്നേഹിക്കണം എന്നുമാണോ കർത്താവ് പറഞ്ഞത്? അല്ല. കർത്താവിന് ചെയ്യുവാൻ കഴിയാത്തതൊന്നും ചെയ്യണമെന്ന് അല്ല അവൻ പറഞ്ഞത്. കർത്താവ് തൻ്റെ ജീവനെ പകയ്ക്കുവാൻ തയ്യാറായി. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. ലൂക്കോസ് 22:42. കർത്താവിനെ കാണുവാൻ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു എന്ന് അറിയിച്ചവരോട് പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ അപ്പനും അമ്മയും. മത്തായി 12:50. തൻ്റെ ജീവനെയും തനിക്കുള്ളവരെയും ഉപേക്ഷിപ്പാൻ കർത്താവ് തയ്യാറായി. എല്ലാം വെട്ടിപ്പിടിക്കുന്നതിനും കീഴടക്കുന്നതിനുമാണ് മനുഷ്യൻ പരിശ്രമിക്കുന്നത്. കർത്താവ് പറയുന്നത് വെട്ടിപ്പിടിക്കുക എന്നതല്ല, ത്യജിക്കുവാൻ തയ്യാറാകണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബരിയാസ് കടൽപ്പുറത്ത് പ്രത്യക്ഷനായി ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നത്, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ 21:15. ഈ ചോദ്യം 3 പ്രാവശ്യമാണ് ഉണ്ടായത്. നിനക്കുള്ള എല്ലാറ്റിലും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിച്ചത്. അതായത് കർത്താവിനെ അനുഗമിക്കുന്നവർ തൻ്റെ ജീവിതത്തിൽ വിലയുള്ളതും വിലയില്ലാത്തതുമായ എല്ലാറ്റിനേക്കാളും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കണം. യേശുവിനെ അധികമായി സ്നേഹിക്കുന്നവന് മാത്രമേ അവൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂ. അഥവാ കർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്നവർ മാത്രമേ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആയിത്തീരൂ. 2. ലൂക്കോസ് 14:27. ശിഷ്യൻ ക്രൂശ് എടുക്കുവാൻ തയ്യാറാകണം. അനേക ക്രൂശ് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ക്രൂശ് അതല്ല. ഓരോ ദിവസവും യേശുവിന് വേണ്ടി മരിക്കുവാനുള്ള ഒരുക്കത്തോടെ അവനെ അനുഗമിക്കണം. അതായത് കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിപ്പാൻ തയ്യാറാവണം. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് നാം പങ്കുള്ളവരാകണം എന്ന 1 പത്രോസ് 4:13 പറയുന്നത്. കഷ്ടത 2 വിധത്തിൽ ഉണ്ടാവാം. കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ പല കാര്യങ്ങളിൽ ഇടപെടുന്നവനോ ആയി കഷ്ടതയുണ്ടാകാം. എന്നാൽ ഈ കഷ്ടത ക്രൂശല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ക്രൂശ്. 1 പത്രോസ് 4:15-16 വാക്യങ്ങൾ. ഇന്ന് 50-ലധികം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളായതിൻ്റെ പേരിൽ അനേകർ പീഡനം അനുഭവിക്കുന്നു, രക്തസാക്ഷികളാകുന്നു. കർത്താവ് ക്രൂശ് തൻ്റെ അനുഭവമാക്കിയത് പിതാവിനോടുള്ള അനുസരണം മൂലമായിരുന്നു. ഫിലിപ്പിയർ 2:8 പറയുന്നത്, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ ക്രൂശ് വഹിപ്പാൻ കഴിയൂ. 3. ലൂക്കോസ് 14:33. ശിഷ്യൻ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം. ഇന്ന് അനേക ക്രിസ്ത്യാനികളുടെയും ജീവിതം അഭിനയമാണ്. മറ്റുള്ളവർ മുൻപിൽ നല്ലവരായി അഭിനയിക്കും. ബാഹ്യമായിട്ടുള്ള എല്ലാ നന്മ പ്രവൃത്തികളിലും പങ്കുചേരും. എന്നാൽ അകത്തുള്ള ചിന്ത മറ്റൊന്നായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഈ അവസ്ഥയെ ശീതോഷ്ണാവസ്ഥയെന്ന് പറഞ്ഞിരിക്കുന്നത് 3:16 വാക്യം. കർത്താവ് ഈ അവസ്ഥയ്ക്ക് കപടഭക്തി എന്ന പേര് നൽകിയത്. ഒന്നുകിൽ നാം യേശുവിൻ്റെ പക്ഷത്തായിരിക്കണം, അല്ലെങ്കിൽ എതിർപക്ഷത്തായിരിക്കണം. ഇതിനിടയ്ക്ക് നമുക്കൊരു ജീവിതമില്ല. കർത്താവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ചാൽ ആരംഭിച്ചതുപോലെ തന്നെ അവസാനം വരെയും ഉറച്ചു നിൽക്കണം. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോട്ട് തിരിയുന്നവൻ കർത്താവിന് ഉള്ളതല്ല. അതിന് തടസ്സമായ ജീവിതത്തിൽ എന്തു തന്നെ വന്നാലും അവയെ വിട്ടുമാറുവാൻ തയ്യാറാകണം. ഒരുപക്ഷെ തടസ്സമുണ്ടാക്കുന്നത് ഭാവി പ്രതീക്ഷകളായിരിക്കാം, ഉന്നത പദവികളായിരിക്കാം. യേശു നമുക്ക് നൽകുന്ന നിക്ഷേപം അവകാശമാക്കണമെങ്കിൽ അവയെല്ലാം തന്നെ നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകണം.
അതായത് ഈ ലോകത്തിൽ നമുക്കിഷ്ടമായി തോന്നുന്ന എല്ലാറ്റെയും ഉപേക്ഷിക്കുമ്പോഴാണ് ശിഷ്യനാകുന്നത്. അഥവാ ക്രിസ്തുവിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം കൊടുക്കുന്നവർ മാത്രമാണ് ക്രിസ്തു ശിഷ്യന്മാർ. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി നിനക്ക് പ്രഥമ സ്ഥാനം നൽകി ക്രൂശിൻ്റെ പിൻഗാമിയായി തീരുവാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ.